നമ്മളെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണത്തെപ്പറ്റി ഒരു പ്രബലമായ ചരിത്രം നമുക്കുണ്ട്. അത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ തന്നെ, കോളേജിലും ഒക്കെ. കോളേജിൽ അതില്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും മഹാബലി എന്നൊരു ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു. നമ്മൾ കേരളം ഏത് രീതിയിൽ കാണണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു രീതിയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് തന്നെയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എള്ളോളമില്ല ചതിയും പൊളിവചനവും. ഇങ്ങനെയൊക്കെ സമത്വസുന്ദരമായ ഒരു കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയെ എന്ത് കാരണത്താലാണെന്നറിയില്ല പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്രേ. അദ്ദേഹം ഭരണത്തിൽ മോശക്കാരനായതുകൊണ്ടാണോ, അതോ പ്രജകളെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തവനായതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും എത്ര ഭംഗിയായി പ്രജകളെ ഭരിച്ചാലും നോക്കിയാലും അവൻ്റെ ഗതി അവസാനം പാതാളത്തിൽ തന്നെ എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഒരു ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യസന്ധത വേണ്ട, ധർമ്മം വേണ്ട, നീതി വേണ്ട, ന്യായം വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ചെയ്ത ഒരുത്തൻ്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്ന ഒരു കുള്ളൻ, നമ്മുടെ വെട്ടൂർ പുരുഷന്റെ സൈസിലുള്ളൊരു കുള്ളൻ ഒരു ഓലക്കുടയുമായിട്ട് വന്നിട്ട് ഒരു കാരണവുമില്ല അങ്ങ് ചവിട്ടി അങ്ങ് താത്തി. കാരണം പ്രജകളെ അങ്ങനെ ഭംഗിയായിട്ട് താൻ ഭരിക്കേണ്ട കാര്യമില്ല. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിൻ്റെ ദുരവസ്ഥ. പക്ഷേ മനസ്സാക്ഷി കുത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ദിവസം ഒരു വിസ കൊടുത്തു അദ്ദേഹത്തിന്, ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ് ഫ്രം ദി പാതാളം ടു കേരള, വന്ന് പ്രജകളെയൊക്കെ ഒന്ന് കാണുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മാമൂക്കയും ഞാനും അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ അഭിനയിക്കും. എങ്ങനെ? മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട്, ഇല്ലാത്ത പൂക്കളൊക്കെ ഉണ്ടാക്കി, അവിടുത്തെ പെൺകൊച്ചുങ്ങൾ ഒരിക്കൽ പോലും ഇരിക്കാത്ത പെൺപിള്ളേരെല്ലാം കൂടെ തറയിലിരുന്നിട്ട് ഇങ്ങനെ അത്തപ്പൂക്കളം ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അങ്ങേരെ പറ്റിക്കണം. അങ്ങേരെ ഓലക്കൊടയായിട്ട് വരുമ്പം ഓ നന്നായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ തന്നെ വേറെ ജോലിയില്ലാത്ത കുറേ പെണ്ണുങ്ങൾ, ഇന്ന് ടി വിയിലെ ഫ്രണ്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ, തിരുവാരകളി അങ്ങനെ അങ്ങനെ. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ എന്താ, ഇവിടുത്തെ സ്ത്രീകളെല്ലാം സന്തോഷവതികളാണ്. എന്ത് സന്തോഷമാണ് അവർക്ക്. അവരിതാ അപ്പുറത്ത് വട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു, ഏതോ പാട്ടുമൊക്കെ പാടി സന്തോഷവതികളായിട്ട് കുടുംബിനികൾ അവിടെ ഉണ്ട്. ഗ്രഹനാഥന്മാരെന്ത് ചെയ്യും? ഗ്രഹനാഥന്മാരെന്ത് ചെയ്യണു? അവർ ഈ പാടത്തും കാര്യമൊക്കെ നോക്കിയിട്ട് വയ്ക്കോലെ ചിക്കിയിട്ട് അത് ഇട്ടപ്പോൾ നിൽക്കുക, അങ്ങോട്ട് വയ്ക്കലൊക്കെ ചിക്കുക, ഇവിടെയൊക്കെ ചിക്കുക, ആ നെല്ലൊക്കെ അങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ സമ്പൽ സമൃദ്ധമായ ഒരു കേരളത്തിനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഓണം. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഓണം? അതല്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമത്വസുന്ദരമായ ഒരു കേരളം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദമില്ല, അല്ലലില്ല, അങ്ങനെയുള്ള സമത്വസുന്ദരമായ ഒരു കേരളം മഹാബലിയുടെ മുമ്പിൽ നാം ഫേക്കായിട്ട് കാഴ്ചവെക്കുന്നത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മളൊക്കെ ഇനിയത്തെ തലമുറ അത് ശ്രമിച്ചിരിക്കണം. അത് ശ്രമിക്കാൻ വേണ്ടിയുള്ള സമയമായി. അങ്ങനെ സമത്വസുന്ദരമായ ഒരു കേരളം നമുക്ക് മനസ്സിൽ കാണണം. ഞാൻ ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ഉസ്താദിന്റെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പൊ അത് അതിനെപ്പറ്റി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം സമുദായത്തോട് പറയുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രം പറയുന്നത്, ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്നതാണ്, അല്ല മറ്റാരെയും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വിഭാഗത്തിന് അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. യാതൊരു വിരോധമില്ല. ഒരു യഥാർത്ഥ ഹിന്ദുവാകുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അടിയുറച്ച് നിൽക്കുമ്പോഴാണ്. ഒരു ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ്. അതേസമയം ഹിന്ദു അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉസ്താദേ. ഇല്ല, ആർക്കും എന്തും ഏത് രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് ഹിന്ദുവായിട്ട് ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന്. എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസികളോട് എനിക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം. അത് ഉസ്താദ് അത് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചത്. അപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഉസ്താദേ, 2-3 വർഷമായിട്ട് ഇപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാരും ഇങ്ങനെ പറയണതാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണാഘോഷിക്കാൻ പാടില്ല, ഓണാഘോഷിക്കാൻ പാടില്ല എന്ന് എങ്ങനെ ഇവിടെ പറയാറുണ്ട്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളും ഓണം ആഘോഷിക്കാറുണ്ട്. അല്ല, നിങ്ങള് ഇപ്പോൾ ഉള്ള ആൾക്കാരത് ഓണാഘോഷിക്കാൻ സാധ്യതയില്ല, നമുക്ക് അറിയില്ല. അത് എനിക്ക് ഓണാഘോഷം മാത്രമല്ല, കള്ള് കുടിക്കാൻ താല്പര്യമില്ല, വ്യഭിചരിക്കാൻ താല്പര്യമില്ല, അതുപോലെ പറയട്ടെ പൊതുവാസങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന്റെ അർത്ഥം അതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ അർത്ഥം. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഞാൻ സർവ്വമത സത്യവാദിയല്ല, ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതോടുകൂടി
സ്നേഹിക്കുന്നതോടുകൂടി എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല. ഇപ്പൊ ശരത്ത് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് ഈ സ്നേഹത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിന് മറ്റുള്ളവരെ, കാരണം അറിയോ, വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചാലും മറ്റു മതങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഖുർആനാണ്. വല്ലാത്ത സുബുല്ലദിന അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ചീത്ത പറയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഷംസീർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത്. ഗണപതി മിത്താന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാം ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഒരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം, എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനും പാടില്ല. ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ അതിലൊന്നും എനിക്ക് ഉസ്താദിന്റെ ആ ഒരു നിലപാടുകളിലൊന്നും എനിക്ക് തർക്കമില്ലൊന്നുമില്ല. ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശി ഇന്നലെ ഓണം സദ്യ ഉണ്ട്, എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം നേർന്നേക്കണേ. ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ ഞാനോ നീയോ ഈ നാട്ടിലെ മതപണ്ഡിതരോ അല്ല, മറിച്ച് വിശുദ്ധമായ ഗ്രന്ഥവും പ്രവാചകന്റെ തിരുമൊഴിയുമാണ്. ദുബായിലെ, ഞാൻ നോക്കട്ടെ, നാളെ ദുബായിലെ കിരീട അവകാശി ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിൽ മദ്യപാനവും മറ്റുള്ള ആ നാട്ടിൽ അനുവദിക്കുകയും അയാൾ തന്നെ കുടിക്കുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അതുകൊണ്ട് ഹലാലാവോ? ശരത്ത് പറയും പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരു വ്യക്തി, ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രത്യയശാസ്ത്രമാണ്. ഒരു വ്യക്തി ചെയ്യുന്നതല്ല ഇസ്ലാം, ഒരു കൂട്ടം ജനങ്ങൾ ചെയ്യുന്നതല്ല ഇസ്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഉസ്താദ്, ഇപ്പൊ നിങ്ങൾ മതപണ്ഡിതപരമായിട്ടുള്ള ആൾക്കാര്, നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മതത്തിൽ നിന്ന് പഠിച്ച് അപഗ്രഥിച്ചാണ് നിങ്ങളിത് പറയണത്. സ്വാഭാവികമായിട്ട് നിങ്ങളിത് പറയുന്ന കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഗീയമായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഏത് കാലഘട്ടം, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, ഏത് കാലഘട്ടത്തിലും ശരി പറയുമ്പോൾ ആ ശരിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വില പോകത്തില്ല, മനസ്സിലായോ? പക്ഷെ അത് ഉസ്താദ് ഞാൻ ഇപ്പൊ നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ പോലും തള്ളിക്കളയെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വാസ്തവം. അത് തള്ളണം എന്നുള്ളതാണ്, മനസ്സിലായില്ല? തള്ളണം മുസ്ലിങ്ങൾ ഭൂരിഭാഗം. എന്തുകൊണ്ടെന്നറിയോ? പ്രവാചകൻ പറഞ്ഞെന്തറിയോ? അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും. അവരെന്ന് പറഞ്ഞാൽ നാമത്തിൽ മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, അവരെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല. അവർ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്, വെറും ചവറുകളാണ് എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പൊ അവരങ്ങനെ കാണണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പറയുന്നത് ഇപ്പൊ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിൽ പരസ്യമായി നൃത്തം ചെയ്യല് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇഷ്ടംപോലെ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ? ഞാൻ ചോദിക്കുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കണം നമുക്ക് ഇതൊക്കെ നമുക്ക് ബാധകമാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് നിർമ്മിച്ചത് സ്വയം ഉണ്ടായതാണോ, മനുഷ്യൻ നിർമ്മിച്ചതാണോ? അത് ഞാൻ ചോദിക്കുന്നത്, മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സ്വയം നിർമ്മിക്കപ്പെട്ടതാണോ, മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അത് മനുഷ്യനുണ്ടായ, സ്വാഭാവികമായിട്ട് അമേരിക്കക്കാരുണ്ടാക്കിയ സാധനം. ഓക്കെ, അമേരിക്കക്കാരൻ എങ്ങനെ ഉണ്ടാക്കിയതാണ്? അവന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ? അല്ലേ? ഇത്രയും തലച്ചോറിന്റെ, ഞാൻ ഒറ്റ വിഷയമുള്ളൂ, ഇത്രയും സങ്കീർണമായ ഒരു സംഭവം ഉണ്ടാക്കിയത് സ്വന്തം ഉണ്ടായതല്ല. ഇത്രയും ഭയങ്കര സങ്കീർണമായ ഒരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സങ്കീർണമായ, നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു സൃഷ്ടിയല്ലേ, വളരെ അത്ഭുതപ്പെടുന്ന സൃഷ്ടിയല്ലേ? തീർച്ചയായിട്ടും. അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ തലയല്ലേ? അതെ, നമ്മുടെ തന്നെ സ്വയം പറയുന്നു ഇത് സ്വയം നിർമ്മിക്കപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ നിർമ്മിച്ചതാണെന്ന്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ കാലാന്തരത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യൻ ഇനിയും കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതിന്റെ കാരണം അവന്റെ തലച്ചോറല്ലേ? അതെ, ആ തലച്ചോറ് അവനിക്ക് സ്വന്തം സ്വയം രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഉസ്താദ് ഇപ്പൊ ഈ ഉസ്താദ് പറയുന്നത് മറുപടി കിട്ടുന്നില്ല, എനിക്ക് ഉത്തരമാണ് കിട്ടേണ്ടത്. അത് എനിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഉസ്താദ്, ഉസ്താദ് ഈ പറഞ്ഞ 1400 കൊല്ലം മുമ്പും 2000 വർഷം മുമ്പും 6000 വർഷം മുമ്പും മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. പക്ഷെ അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോഴെല്ലാം കണ്ടുപിടിച്ചു. അവരൊന്നും കണ്ടുപിടിച്ചില്ല എന്നതിന്റെ അർത്ഥം അവർ ബുദ്ധിയില്ലാത്തവരും വിവരമില്ലാത്തവരും. ഓരോ കാലാന്തരത്തിൽ അതാത് മനുഷ്യനിക്ക് അനുയോജ്യമായ ഓരോന്നും ഓരോ കാലാന്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ബിഗ് ബാങ് തിയറി അഥവാ പ്രപഞ്ചോൽപത്തിയുടെ ഉടനെ തന്നെ ഇതൊന്നും കണ്ടുപിടിക്കപ്പെടുകയില്ല. മനുഷ്യൻ ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അവൻ കാലത്തോട് പോരാടി തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോഴും നമ്മൾ പറയുന്നു മനുഷ്യൻ കാലത്തോട് പൊരുതിയ, നമ്മൾ പറയുന്നത് മനുഷ്യൻ കാലത്തോട് പൊരുതിയത്. മനുഷ്യൻ ഈ കാലത്തോട് പൊരുതാനുള്ള ഈ മെമ്മറിയും ഈ കരുത്തുറ്റ കഴിവൊക്കെ എവിടുന്നാ കിട്ടിയത്? എവിടെന്നാണ് കിട്ടിയ ഉസ്താദ്? അത് മനുഷ്യനെ ആർജിച്ചെടുത്ത കഴിവല്ലേ ഉസ്താദ്? എങ്ങനെ സ്വയം ആർജിച്ചെടുത്തോ? ആ ഉത്തരം കിട്ടും. സ്വയം ആർജിച്ചെടുത്തോ ഉസ്താദ്? ഈ ലോകത്തിലുള്ള എല്ലാ ഞാനൊരു കാര്യം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏതൊക്കെയാ? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകത്തെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ?
ഹൈഡ്രജൻ ഓക്സിജൻ ഈ ഘടകം പിടിച്ചു. ഇത് ഈ ഘടകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെള്ളം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടെത്തുകയാണ് നമ്മൾ കണ്ടെത്തുകയാണ് അതിനകത്ത് ഉള്ള ഘടകം. നിലവിൽ വെള്ളമുണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നീട് അതിന്റെ ശരികളിലേക്കും അതിന്റെ ഉത്തരങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. അത് എത്തിച്ചേരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധി നമ്മൾ പറയുന്നു ഈ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ മുഴുവനും നമ്മുടെ തല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. സ്വയം ഉണ്ടായതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച ആ മെമ്മറി നമുക്ക് തന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്വയം ഉണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് മനുഷ്യർ മൃഗത്തിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്നു? മൃഗങ്ങൾക്ക് നമ്മുടെ ബുദ്ധിയുണ്ടോ? നമ്മുടെ ബുദ്ധി ഇല്ല. ഈ ഇന്ന് വരെ ചരിത്രത്തിൽ മനുഷ്യനെ മൃഗം വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മൃഗങ്ങൾ വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. പക്ഷെ മനുഷ്യൻ എന്തിനു ഉപയോഗിച്ചിട്ടുണ്ട്? മൃഗത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്, വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് വെച്ചാൽ തുല്യമല്ലെന്ന് തന്നെ. എന്നാൽ എന്തുകൊണ്ടാണ് തുല്യമല്ലാത്തത്? ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ ജീവികളും വ്യത്യസ്തങ്ങളായ ബുദ്ധിവൈഭവമാണ് മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കുള്ളത്. എന്തിനായിരിക്കും ഈ മനുഷ്യർക്ക് മാത്രം സ്വാഭാവികമായി ഇത്ര വലിയൊരു ബുദ്ധി വന്നത്? നമ്മൾ പറയുന്നു ഈ കുരങ്ങിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കപ്പെട്ടതും മാറ്റപ്പെട്ടതും എല്ലാം പരിണാമ സിദ്ധാന്തം കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ മനുഷ്യൻ മാത്രം, കുരങ്ങിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് നിലവിൽ ഭയങ്കര ബുദ്ധിമാനും നിലവിൽ കുരങ്ങന് ഈ ലോകത്തൊരു സാധ്യത ഇല്ലാതായി പോയി? എന്തുകൊണ്ടായിരിക്കും അത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. ശരിയല്ലേ? മനുഷ്യനെല്ലാ മൃഗങ്ങളെക്കാളും പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യന് കൃത്യമായ ജീവിത സംഹിതയും ലക്ഷ്യമുണ്ട്. ശരിയല്ലേ? അല്ല, ഈ ലക്ഷ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു. എന്തായിരിക്കും ജീവിതത്തിന്റെ അർത്ഥം? ശരത്ത് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ആഹാരം കഴിക്കലോ കളിയോ ചിരിയോ തമാശയോ മാത്രമാണോ ജീവിതം എന്ന് എനിക്ക് പറഞ്ഞാൽ മതി. ജീവിതത്തിന്റെ ഉത്തരം പറഞ്ഞ് നമ്മുടെ ഈ കോൾ ഇവിടെ അവസാനിക്കും. എനിക്ക് ജീവിതത്തിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്താണ് ജീവിതം അർത്ഥമാക്കുന്നത്? ഞാന് ഉസ്താദ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തരും പറയാൻ പോകുന്ന ഓരോരോ മറുപടി ആയിരിക്കും. പക്ഷെ ആ മറുപടി ഒന്നും എന്താവില്ല, ആ മറുപടി ഒന്നും ശരിയിലേക്ക് എത്തൂല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ശരത്തിനോട് പറയാണ്, ശരത്ത് മോനെ, ലോകം ഞാൻ പറയാണ് ശരത്തെ, മരണാനന്തരം ഒന്നും ഒരു ജീവിതമില്ല, ഇനി ഒന്നും മേടിക്കാനുമില്ല, ഇനി ഒരു സ്വർഗം കിട്ടാനുമില്ല. എല്ലാ സ്വർഗവും ഇവിടെ തന്നെയാണ്. ഞാനിപ്പോ ശരത്തിനോട് പറയാണ്, എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ഭൂമിയിൽ തന്നെയാണ് സ്വർഗം അല്ലെ? അതിന് ഒറ്റ നിരൂപണം മാത്രമേ ഉള്ളൂ. ശരത്തെ, ഈ ഹിറ്റ്ലർ ഇവിടെ 60 ലക്ഷത്തിലധികം ആളുകളെ കൊന്നു. ശരിയല്ലേ? അദ്ദേഹം എന്തിനു വേണ്ടിയാണ് കൊന്നത്? അദ്ദേഹം ഏകാധിപതിയായി ഇവിടെ ഭരണം നടത്താൻ വേണ്ടി, സ്വർഗ സമാനമായ ജീവിതം നയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ജൂതന്മാരെ കൊന്നൊടുക്കി അല്ലെ? എന്നാൽ അദ്ദേഹം ഇവിടെ സന്തോഷവും സുഖങ്ങളും എല്ലാം ഈ ഭൂമിയിൽ അനുഭവിച്ചു. ഒടുവിൽ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചെങ്കിലും അയാളെ ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി 60 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊല്ലുകയും അയാൾ പ്രജാപതിയായി ഇരിക്കുകയൊക്കെ ചെയ്തു. അവസാനം ഒടുവിൽ അയാൾ മരിച്ചു. അയാൾ ഇവിടെ സ്വർഗസുഖം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്, ഒരു ദിവസമെങ്കിലും. എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്യാസ് ചേമ്പറിൽ വെന്ത് മരിക്കപ്പെട്ട 60 ലക്ഷം മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ ഏത് തരം സ്വർഗമാണ് കിട്ടിയത് എന്ന് പറഞ്ഞുതരുമോ? അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഒരുപാട് ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ശരത്തെ പറഞ്ഞത് ജീവിതത്തിന് അർത്ഥമുണ്ട്. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ശരത്തെ, തമാശ പറഞ്ഞല്ല. അതിന് ഖുർആൻ പറഞ്ഞെന്തറിയോ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും അനന്തര ജീവിതവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അറിയോ? നിങ്ങൾ ഭൂമിയിൽ നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ശരത്ത് ഞാനും ഒക്കെ ഉള്ളത് ഭൂമിയിൽ ഒരു പരീക്ഷ ഹാളിലാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിനാ വിട്ടെന്നറിയോ? നമുക്ക് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ തന്നു. എന്നിട്ട് ടാസ്ക് തന്നിരിക്കുകയാണ്. എന്തറിയോ? ഇതിൽ ശരിയാര് ചെയ്യും തെറ്റാര് ചെയ്യുമെന്ന ടാസ്ക് തന്നിരിക്കുകയാണ്. ഈ ടാസ്കിൽ ഈ പരീക്ഷ ഹാളിൽ 100% മാർക്ക് മേടിക്കുന്നവർക്ക് ഒരു ജീവിതമുണ്ട്. ഇല്ലെങ്കിൽ 60 ലക്ഷം പേരെ കൊന്ന ഹിറ്റ്ലറിന് ഒറ്റ പ്രാവശ്യം മാത്രം മരിക്കപ്പെടുമ്പോൾ, വെടികൊണ്ട് മരിക്കപ്പെടുമ്പോൾ അവിടെയുള്ള നീതി എന്താണ്? 60 ലക്ഷം മനുഷ്യർക്ക് നീതി കിട്ടണ്ടേ? അങ്ങനെയെങ്കിൽ 60 ലക്ഷം പ്രാവശ്യം അയാൾ എന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം, അയാൾ ആത്മഹത്യ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രം നീതിയാവുള്ളൂ. ഒരാൾക്ക് വേണ്ടി മാത്രമേ ഹിറ്റ്ലർ എന്ത് ചെയ്തു? വെടികൊണ്ട് മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് നീതി കിട്ടണമെങ്കിൽ അത്രയും പ്രാവശ്യം അയാൾ ആത്മഹത്യ ചെയ്യപ്പെടണം. അതുകൊണ്ട് ശരത്ത് എപ്പോഴെങ്കിലും രാത്രി ഈ റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ശരത്തൊന്നിരുന്നു ഏകാന്തമായി ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് ഞാനൊരു വ്യത്യസ്ത ജീവിയായി? ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സൃഷ്ടി റോബോട്ടാകുമ്പോൾ ആ റോബോട്ടിനെയും അതിനപ്പുറം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ, എല്ലാത്തിനും വ്യതിരിക്തമായ ഒരു മനുഷ്യന്റെ ജീവിത സംഹിതയെല്ലാം തന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതെല്ലാം ഇവിടെ സ്വാഭാവികതയിൽ നിന്നുണ്ടായതാണ്.
എല്ലാം സ്വാഭാവികതയിൽ നിന്നും എല്ലാം അങ്ങ് തന്നെ ഉണ്ടായി വന്നതാണെന്ന് പറയുമ്പോൾ വിഡ്ഢികൾക്കല്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ബോധമുള്ളവൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഉസ്താദ് പറയുമ്പോഴത്തേക്ക് ഉസ്താദ് ഒരു മതത്തിന്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കണം. അല്ല, ഞാൻ മതത്തിന്റെ ഞാൻ മതത്തിന്റെ അടിത്തറ മാത്രമല്ല, ഞാൻ നിനക്ക് വിശാലമായ ഒരു ചിന്ത തുറന്നു തരിക. ഞാൻ നിന്നോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ വിശാലമായ ഒരു ചിന്തയുടെ വാതിൽ ശരത്തിന് തുറന്നു തന്നിരിക്കുകയാണ്. ശരത്താണ് ചിന്തിക്കേണ്ടത്, ഇസ്ലാമിലേക്ക് വരാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നിനക്ക് ശരികളിലേക്ക് വരാൻ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് നീ ആരോട് ഏത് യുക്തിവാദത്തിൽ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ അർത്ഥം എന്താ? കാരണം അറിയോ, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യവസ്ഥിതിയില്ല. എല്ലാം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യനാരാ? ഞാനും നീ ആരാന്നുള്ള ചോദ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി ചെലവഴിക്കാൻ വേണ്ടി തന്നല്ലേ? അല്ലേ? അപ്പൊ ചിന്തിക്കാൻ വേണ്ടി തന്നല്ലേ? ആ ചിന്തിച്ച് ഇവിടെ എത്തണമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഉസ്താദ് ഇസ്ലാമിക അടിത്തറയിൽ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനായത് ഞാൻ ഇത്രയും നേരം ഇസ്ലാമിനെ കുറിച്ചാണോ പറഞ്ഞത്? ശരത്തോട് ഞാൻ പറഞ്ഞു ചിന്തയുടെ ചക്രവാളം, ചിന്താ ചക്രവാളത്തിലേക്ക് നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഏത് യുക്തിവാദിയോട് നിങ്ങൾ സംസാരിച്ചോ? ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തരും മറുപടി പറയാനില്ല. തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഉസ്താദേ ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഒരു പള്ളിയിലെത്തി നമ്മളോട് പറയണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തന്ത്രി നമ്മളോട് പറയണ ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കണം? അല്ല, നിങ്ങൾ ഇപ്പൊ പള്ളിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, പള്ളിയിൽ അച്ഛൻ പറയുന്നതും അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജാരിയൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്? നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവും മനുഷ്യനിക്കൊരു ജീവിത വ്യവസ്ഥയും മനുഷ്യർക്കൊരു ലക്ഷ്യബോധവും ഉണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ. മതം സ്വീകരിക്കാതിരിക്കുക, മതത്തിലേക്ക് ക്ഷണിക്കുന്നതിനപ്പുറം ആദ്യം എങ്ങോട്ടാ എത്തിക്കുക? നീ ദൈവമുണ്ട്, ദൈവം നമുക്കൊരു സംഹിത തന്നിട്ടുണ്ട്, മനുഷ്യന് ശരിയും തെറ്റും നിർണയിച്ചു തന്നിട്ടുണ്ട്, അത് ചെയ്യണം, അതനുസരിച്ച് പ്രതിഫലവും ശിക്ഷയും കിട്ടുമെന്ന് ഏതൊരു പൂജാരിയും ഏതൊരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനും പറയും. അതിനപ്പുറം മതത്തിലേക്ക് വരിക എന്നതിനപ്പുറം നീ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് നിന്റെ ബുദ്ധി തന്നെ പറയും എനിക്ക് ഏക ദൈവം വേണോ, അതല്ല തൃത്വം വേണോ, അതല്ല 33 കോടി ദൈവങ്ങൾ വേണോ എന്ന് നിന്റെ മനസ്സ് തന്നെ പറയും നിന്നോട്. നിന്റെ മനസ്സ് അതിന് ഒരു മുസ്ലിം ആവശ്യമില്ല, ഒരു പള്ളിയിലെ ഉസ്താദിന്റെ ആവശ്യമില്ല. നീ തന്നെ ശരി ഇന്ന് മുതൽ തേടി നീ അന്വേഷിക്കും. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നറിയോ? യഥാർത്ഥ ശരി തേടിയുള്ള അലയല മനുഷ്യന്റെ ജീവിതം. നീ ശരി തേട്, നീ മറ്റെല്ലാ വിഡ്ഢിത്തരങ്ങളും കളാ. രവിചന്ദ്രനെ ആണെങ്കിലും മറ്റുള്ള യുക്തിവാദികളൊക്കെ അവരെയൊക്കെ വിഡ്ഢിത്തം വിട്. അവരെന്നൊക്കെ പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ എന്താ പറയാ, മനുഷ്യന് ശരിയായ ദിശയിൽ തെറ്റിക്കാനുള്ളവരാ. ഇതൊക്കെ വിട്ട് മതത്തിനപ്പുറവും നീ ചിന്തിച്ചിട്ട് നിനക്ക് ഈ ശരിയിലേക്കുള്ള നിന്റെ യാത്ര തുടരും. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അറിയോ, ഈ ജീവിതം വെറുതെ പാഴായി പോകുന്നോണ്ട് ഞാൻ പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉസ്താദ് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഉസ്താദുമായിട്ട് തർക്കിക്കാനും ഞാൻ ആളല്ല. ഒരു മുസ്ലിം ടീച്ചർ ഓണം ഹൈന്ദവരുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും പല വ്യക്തികളും ആ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുകയും പല വിമർശനങ്ങൾക്ക് താൻ വിധേയമാവുകയും ടിവിയിലെ ചർച്ചകൾക്ക് പോലും കാരണമായി തീരുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ ടീച്ചറെ മറ്റുള്ളവർ വിമർശിക്കാൻ കാരണം? മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ഒരു കൊയ്ത്തുത്സവമായി കാണുന്ന എല്ലാ മലയാളികളും മതജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഹൈന്ദവരുടെ ആഘോഷമായി കണ്ടിരുന്ന ഈ ഓണം ഇന്ന് എല്ലാ തരത്തിലുള്ള ആളുകളും പങ്കെടുക്കാൻ തുടങ്ങി. കൊയ്ത്തുത്സവമായി കണ്ടുകൊണ്ട് തന്നെ കത്തോലിക്ക സഭകളായാലും മുസ്ലിം സഹോദരങ്ങളായാലും ഈവൻ പെന്തക്കോസുകാരായാൽ പോലും ഓണത്തിൽ പങ്കെടുക്കുകയും അവരോടൊപ്പം നൃത്തം ചെയ്യുകയും അത്തപ്പൂക്കളം ഇടുകയും കേരളീയ വസ്ത്രം ധരിക്കുകയും എല്ലാ തരത്തിലുള്ള ഓണാഘോഷ പരിപാടികളിലും ഈവൻ പാസ്റ്റർമാർ വരെ പങ്കെടുക്കാറുണ്ട്. മറ്റെല്ലാ ആഘോഷങ്ങളിൽ നിന്നും ഓണത്തെ മലയാളികൾക്ക് വ്യത്യസ്തമാക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത് ഒരു കൊയ്ത്തുത്സവമാണ്. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ കാർഷിക വിളവൊക്കെ വിളവെടുക്കുന്ന ഒരു സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകിട കച്ചവടക്കാർക്ക് വളരെയധികം കച്ചവടം കിട്ടുന്ന ഒരു സമയമാണ്. പല വ്യക്തികൾക്കും ഒരു വർഷത്തെ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായുള്ള ബോണസ് ലഭിക്കുന്ന സമയമാണ്. നമ്മുടെ സർക്കാർ തന്നെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നുണ്ട്. പല കടകളിലും പലതരത്തിലുള്ള ഓഫറുകൾ വരുന്നൊരു സമയമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായിക്കോട്ടെ മറ്റേത് വീട്ടുപകരണങ്ങളായിക്കോട്ടെ അതിലെല്ലാം വളരെ ഓഫറോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്. വസ്ത്രങ്ങളുടെ കാര്യമാണെങ്കിൽ ഏറ്റവും നല്ല കളക്ഷൻസ് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഏറ്റവും മനോഹരമാകുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സമയം എന്ന് പറയുന്നത് ക്രിസ്മസോ മറ്റ് ഈസ്റ്ററോ ഒന്നുമല്ല, ഓണം വെക്കേഷൻ തന്നെയാണ്. ഓണത്തിനാണ് നമുക്കിതിനൊക്കെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ മറ്റ് ആഘോഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓണത്തിന് കൂടുതൽ വെക്കേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധു വീടുകളിലേക്ക് പോകുവാനും ഒരുമിച്ച് സകല റിലേറ്റീവ്സുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഊഞ്ഞാലാടുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഓണം തന്നെയാണ്. അപ്പോൾ ഓണത്തിന് ബോണസും മറ്റുമൊക്കെ
ഒക്കെ ലഭിക്കുന്ന പണമൊക്കെയായി പുത്തൻ വസ്ത്രങ്ങൾ കൊടുത്ത് ബന്ധുവീടുകളിൽ പോയി വളരെയധികം സന്തോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു മൊമെൻ്റ് ആകുന്ന ഈ കൊയ്ത്തുത്സവത്തിനെ ഹിന്ദുക്കളുടെ ആചാരമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പല വ്യക്തികളും വിമർശിക്കപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് അതിലുള്ള സത്യമെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 22 വേദഭാഗം പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് ഇവിടെ ഒരു അജ്ഞാത ദേവനെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ ആരാധിക്കുന്ന ഒരു ദേവനാണ്, പക്ഷെ ആ ദേവൻ ആരെന്ന് ആ ജനത്തിന് അറിയത്തില്ല. അപ്പോൾ അവരെ അറിയാതെ ഒരു ദേവനെ ആരാധിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കൊയ്ത്തുത്സവത്തിൽ നാം ആരെങ്കിലും അറിയാതെ ആരാധിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ കൊയ്ത്തുത്സവം അല്ലാതെ ഏത് വിധത്തിലുള്ള ബിലീഫ് സിസ്റ്റം ഓണത്തിനുണ്ടോ, അതുമായി ദൈവമക്കൾക്ക് വേദപുസ്തകത്തിന് വലിയ ബന്ധവുമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചരിത്രത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാകുന്ന ദൈവ ശുശ്രൂഷക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് സാധാരണ നമ്മളെല്ലാവരും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഗിളിലെ വിക്കിപീഡിയയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വിക്കിപീഡിയ അനുസരിച്ച് എന്താണ് ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ചരിത്രം എന്താണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. നിങ്ങളുടെ തന്നെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾക്ക് അതിൽ തന്നെ സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിക്കുവാനായിട്ട് സാധ്യമാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓണാഘോഷത്തിൽ പങ്കെടുക്കണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കുന്ന ഒരു ഐതിഹ്യം, ഒരു സ്റ്റോറിയാണ് അതിനകത്തുള്ളത്. അതിൽ ഓണാഘോഷത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് മഹാബലിയെ ആരാധിക്കുന്നതാണ്. എന്നാൽ ഞാൻ പരിശോധിച്ചപ്പോൾ വാമനനെയാണ് വാസ്തവത്തിൽ ആരാധിക്കുന്നത്, അഥവാ മഹാവിഷ്ണുവാണ് ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. അതിൽ മഹാബലി എന്ന് പറയുന്നത് ഒരു അസുരനാണ്, ദേവന്റെ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ദൈവത്തിന്റെ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന ഒരു അസുരനാണ്. ആ അസുരൻ പോയിരിക്കുന്നത് പാതാളത്തിലേക്കാണ്. പാതാളത്തിൽ നിന്നും വർഷത്തിലൊരിക്കൽ ജനത്തെ കാണാൻ വരുന്ന ആ ഒരു ആത്മാവ്, ആ ഒരു സ്പിരിറ്റിനെ സ്വീകരിക്കുവാനായി പൂക്കളമൊക്കെ ഇട്ട് തിരുവാതിരക്കളിയൊക്കെയായി പുത്തൻ വസ്ത്രങ്ങളും എടുത്ത് വെജിറ്റേറിയൻ മാത്രം, മീനോ ഇറച്ചിയോ ഒന്നും കഴിക്കാതെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ്. ഇതൊരു ഐതിഹ്യം മാത്രമാണ്. വാസ്തവത്തിൽ ഓണം എന്ന് പറയുന്നത് കൊയ്ത്തുത്സവമാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ തന്നെ ഗൂഗിളിൽ എന്താണ് ഓണമെന്നും വളരെ സിമ്പിളായിട്ട് ഓണമെന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ ലഭ്യമാണ്. ഓണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് അത്തപ്പൂക്കളം ഇടുക എന്ന് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുപോലെ ഞാൻ വായിക്കുകയാണ്. ചിങ്ങമാസത്തിലെ അത്തനാൾ മുതൽ അത്തപ്പൂ വിടാറുണ്ട്. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത്. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ, ശ്രദ്ധിക്കുക, ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പനെ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടെത്തി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അത്തപ്പൂക്കളത്തിൽ 10 വട്ടമാണുള്ളത്. അതിൽ ഓരോ ദിവസവും ഓരോ ഭാഗത്താണ് പൂക്കളമിടുന്നത്. ചാണകമൊക്കെ വെച്ചിട്ട് ഒരു വിഗ്രഹം സമർപ്പിച്ചത്, യഥാർത്ഥത്തിൽ പൂക്കളത്തിൽ ഒരു വിഗ്രഹമൊക്കെ സമർപ്പിച്ചാണ് ഈ പൂ വയ്ക്കുന്നത്. അപ്പോൾ ഓരോ പൂ വയ്ക്കുന്നതും ഓരോ ദേവതമാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഓരോ ദേവതമാർക്ക് ഓരോ ദിവസമായി നൽകുന്ന പൂവാണ്. 10 ദിവസമാകുമ്പോൾ 10 ദേവതമാർക്കും ഈ പൂക്കൾ സമർപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ദേവന്മാരും ഈ ദേവതമാരും തൃക്കാക്കരയപ്പനും വേദപുസ്തകവും തമ്മിൽ വല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നൃത്ത പരിപാടിയാണ് തിരുവാതിരക്കളി. ഞാൻ പറഞ്ഞാൽ പല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളും ഇത്തരത്തിൽ തിരുവാതിരക്കളി കളിക്കാറുണ്ട്. എല്ലാവരും ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. സൊസൈറ്റി മാറും, സമൂഹം മാറും, കാഴ്ചപ്പാട് മാറും. എന്നാൽ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഒന്നുണ്ട്, ദൈവത്തിന്റെ വചനം. നോക്കാം എന്താണ് തിരുവാതിരക്കളി എന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപരമാകുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതീ പ്രാധാന്യമുള്ള ഭഗവതീ ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയുമാണ് സാധാരണഗതിയിൽ തിരുവാതിര പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതിയെ സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. പ്രത്യേകിച്ചും തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി തിരുവാതിരക്കളിയെ കണക്കാക്കാം. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുന്നത് പാപമാണോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് ഞാൻ മുമ്പ് ഇട്ടിരുന്നു.
അതിൽ പല വ്യക്തികളും കണ്ടു, പലരും അഭിപ്രായം അറിയിച്ചു. വസ്തുത മനസ്സിലാക്കുക, നൃത്തം ചെയ്തൊരിക്കലും പാപമല്ല, ദൈവസന്നിധിയിൽ ഒരിക്കലും പാപമല്ല. പക്ഷേ നിങ്ങൾ നൃത്ത ചുവടുകൾ വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ സൈൻ എന്താണ്, ലാംഗ്വേജ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അത്തപ്പൂടുന്നതായാലും തിരുവാതിരയായാലും ഞാൻ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടെത്തി പറഞ്ഞതാണ്. നിങ്ങളുടെ മൊബൈലിലും ഇത് ലഭ്യമാണ്. നിങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പഠിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മഹാബലിയുടെ ആത്മാവ് ജനത്തെ കാണുവാനായിട്ട് പാതാളത്തിൽ നിന്നും വരുന്ന അസുരനെ സ്വീകരിക്കുവാനായിട്ട് ജനം പുത്തൻ ഉടുപ്പ് കൊണ്ട് തനതാകുന്ന കേരളീയ വസ്ത്രം ധരിച്ചുകൊണ്ടും മഹാബലിയെ സ്വീകരിക്കുവാൻ നിൽക്കുകയാണ്. ഇതും വിക്കിപീഡിയ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ദയവായി കയർക്കരുത്. അത് ഗൂഗിളിൽ നോക്കിയാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു ഹിസ്റ്റോറിയനോ അല്ലെങ്കിൽ ഹിസ്റ്ററി വലിയ ജ്ഞാനമുള്ള വ്യക്തിയൊന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു സുവിശേഷകനാണ്, ഒരു പാസ്റ്ററാണ്. ഗൂഗിളിൽ കണ്ടത് മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ആഘോഷങ്ങളിൽ ഹൈന്ദവ ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന, ആരാധിക്കുന്ന പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. ഒട്ടനവധി കാര്യങ്ങൾ ഓണാഘോഷമായി ചെയ്യാറുണ്ട്. ദൈവമക്കളാകുന്ന നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വസ്ത്രം എടുക്കരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുതെന്നോ അല്ല. പണ്ടത്തെ കാലത്ത് ബന്ധുവീടുകളിലേക്ക് ആളുകൾ വരുമ്പോൾ പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇലയിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ഒട്ടനവധി കറികളൊക്കെ വെക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് ഏറ്റവും നന്നായി മലയാളികൾ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലത്ത് കഴിച്ചിരുന്നത് ഓണ സമയങ്ങളിലാണ്. എന്നാൽ അവിടെ ഇറച്ചിയും മീനും ഒന്നും കഴിക്കാറില്ല. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്ക് ഒരു വിമർശനം ഉണ്ടാകും. പലരും എന്നെ ചീത്ത വിളിക്കാനും സാധ്യതയുണ്ട്, പലരും എന്നെ വിമർശിക്കുവാനും സാധ്യതയുണ്ട്. ഞാൻ ആഘോഷിക്കേണ്ടതെന്ന് പറയുന്നില്ല. ചിന്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പരിശോധിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ പരിശോധിക്കും. ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു, 2 കൊരിന്ത്യർ 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനാകുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമാകുന്ന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സകല മതസ്ഥരെയും സകല വ്യക്തികളെയും സകല മനുഷ്യരെയും ജാതിയെന്നോ വർണ്ണമോ ഒന്നും നോക്കാതെ ഹൃദയംഗമായി യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പന വേദവചനത്തുണ്ട്. നോക്കുക, വ്യക്തികളെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും അല്ല സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ അയൽവകക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രുവിൻ്റെ അയൽവകക്കാരൻ്റെ ബെഡ്റൂമിൽ പോയി കിടക്കുക എന്നല്ല അർത്ഥം. അവനൊരു ആവശ്യം വന്നാൽ നിങ്ങൾ അവരെ സഹായിച്ചിരിക്കണം. ഒരു സാമ്പത്തിക വിഷയമായിക്കോട്ടെ, ഒരു ശാരീരിക വിഷയമായിക്കോട്ടെ, നിങ്ങൾ അവരെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, ക്ഷമിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. മറ്റൊരാളുടെ വാക്കിന് പ്രകാരമല്ല. നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, ഗൂഗിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ പരിശോധിക്കുക, മനസ്സിലാക്കുക.